ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. ഇനിയും വരാനുള്ള ഈ ക്ലാസ്സിൽ നമ്മൾ അതിനകത്തൊരു തീം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കെട്ടിടം പണിയുകയാണെന്നുണ്ടെങ്കിൽ അതിനാദ്യം അടിത്തറ പണിയല്ല, ആ ഒരു തറ കെട്ടുന്നതിനാണ് നമ്മൾ തീം എന്ന് പറയുന്നത്. അപ്പം ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ഈ ക്ലാസ്സിൽ പഠിക്കും. പിന്നെ അതിനകത്തൊരു ടെംപ്ലേറ്റ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതിനാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ ഏരിയയിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് infinity.com എടുത്തു, നമ്മൾ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോഴത്തേന് നമുക്ക് വരുന്ന നമ്മളുടെ ലോഗിൻ ഏരിയ ആണിത്. ഇതിനകത്ത് നമ്മളൊരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കാണിച്ചു തരാം. ലോഗിൻ ഏരിയയിൽ വരുന്ന ഇവിടെ ഈ ഒരു പോർഷനിലാണ് ലോഗിൻ ഏരിയ വരുന്നത്. ലോഗിൻ ഏരിയ എന്ന് വരുന്ന നമ്മളുടെ മെയിൻ പോർഷൻ. ഓക്കെ, ഇതിനകത്ത് 3 സൈറ്റുണ്ട്. അതിൽ ഫസ്റ്റ് സൈറ്റ് നമ്മൾ ഇന്നലെ നമ്മളുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് പോകാൻ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാളറാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വേർഡ്പ്രസ് കാണാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഏതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, വേർഡ്പ്രസ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ വേർഡ്പ്രസിൻ്റെ സിമ്പൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേർഡ്പ്രസിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളുടെ സൈറ്റിൻ്റെ ബൈ ഡീഫോൾട്ടായിട്ടുള്ള നമ്മളൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ബൈ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ തുടക്കമാണ് ബിഗിനിങ്ങിലുള്ള ആ ഒരു എന്താ പറയുക, ഇതേമാതിരി ഒരു സൈറ്റ്, അതായത് നമ്മളൊരു മാറ്റവും വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തോട്ട് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് ഇതിനെയാണ് നമ്മളുടെ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു തീം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. തീം എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടോട്ടൽ ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പിയറൻസിൽ കൊടുക്കുന്നു. അപ്പിയറൻസിൽ തീം സെലക്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ഡീഫോൾട്ടായിട്ട് 3 വന്നിട്ടുണ്ട്. ഇതിൽ 3 ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ തീമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ല നമ്മുടെ വെബ്സൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഡിസൈനേഴ്സിനും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം ഉണ്ടായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട തീം ആസ്ട്ര എന്ന് പറയുന്ന തീമാണ്. അതിവിടെ കാണുന്നില്ല. സോ ഒന്നുകിൽ ഇവിടെ ആഡ് ന്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കുക. ആഡ് ന്യൂ കൊടുത്തു. ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ആസ്ട്ര കണ്ടില്ലേ, ഇതാ വന്നിരിക്കുന്നു. ആസ്ട്ര എന്ന് പറയുന്ന തീം ഇവിടെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്തു, ഇൻസ്റ്റാളിങ് കൊടുത്തു. ഒരു ലേശം സമയം എടുക്കും അത് ഇൻസ്റ്റാൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആസ്ട്ര ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ടിവേറ്റ് ഇവിടുന്ന് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ട, ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഒരു പ്ലഗിൻ കൂടെ നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസേ വന്നിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്കിനി ഒരു ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് പ്ലഗിനകത്ത് പോവുക. ഒരു പുതിയ പ്ലഗിൻ അല്ല, ഡീഫോൾട്ടായിട്ട് ഇവിടെ കിസ്മെറ്റും ഹലോ ഡോളിയും ഈ 2 ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കത് എന്ത് ചെയ്യുന്നു, 3ാമത് നമ്മളുടെ ഒരു പുതിയ പ്ലഗിൻ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക, സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ടെംപ്ലേറ്റ് വരും. കണ്ടില്ലേ, ഈ ഒരു എന്താ പറയുക പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാളിങ് എന്നുള്ളത് കൊടുത്തു, ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടൺ കൊടുത്തു. ഇതൊരു ലേശം ടൈം എടുക്കും ഇൻസ്റ്റാൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് ഇവിടെ നോക്കാം, നമ്മളുടെ സൈറ്റിൻ്റെ പേരുണ്ടല്ലേ, dmk.rf.gd. അത് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒന്ന് എൻ്റർ അടിച്ചെന്ന് കണ്ടില്ലേ, ഇതേമാതിരിയാണ് നമ്മുടെ സൈറ്റ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്കിത് ആക്ടിവേറ്റ് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് നമുക്കിത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ തീമിലേക്ക് നമ്മളിതിൻ്റെ ടെംപ്ലേറ്റുകൾ ആഡ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ ഡിസൈനേഴ്സിനും ഒരു എന്തുണ്ടായിരിക്കും, ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും.
അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 3 വരുന്നുണ്ട്. ഇതിൽ ഏത് എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇത് ബ്ലോക്ക് എഡിറ്റർ, വേർഡ് പ്രസിൻ്റെ ബൈ ഡിഫാൾട്ട് ആയിട്ടുള്ള എഡിറ്ററാണ്. പിന്നെ എലമെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനിങ് എഡിറ്ററാണ്. ഇതും അതേമാതിരി തന്നെയുള്ള ഒരു എഡിറ്ററാണ്. സോ ഇതിനകത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ളത് എലമെൻറ്ററാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എലമെൻറ്റർ സെലക്ട് ചെയ്തു. എലമെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇവിടെ എന്ത് വേണം, നമ്മളുടെ തീം ഏതാണെന്നുള്ളത്, നമ്മളുടെ ടെംപ്ലേറ്റ് ഏതാണെന്നുള്ളത് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ പ്രീമിയം എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ പ്രീമിയം എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് ഫ്രീ ടെംപ്ലേറ്റാണ്, ഇത് പൈസ കൊടുത്തിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. പൈസ കൊടുത്തിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലയിടത്തും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വിധത്തിലൊക്കെ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റുകളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ എനിക്കിഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ എന്ന് പറയുന്ന ടെംപ്ലേറ്റാണ്. സ്കൂൾ ഉണ്ടല്ലോ, സ്കൂൾ ഈ ലാസ്റ്റിൽ വരുന്ന ഈ ഒരു ടെംപ്ലേറ്റാണ് ഞാൻ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, നമുക്കിവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ലോഗോ നമുക്ക് കൊടുക്കണം. സെലക്റ്റഡ് ടെംപ്ലേറ്റ് സ്കൂൾ എന്നാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ലോഗോ ഏതാ, ചാമ്പ്യൻ സ്കൂൾ എന്നുള്ള ഒരു പോർഷനിൽ ഇതാണ് നമ്മളുടെ ഉള്ള ലോഗോ. അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു ലോഗോ ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇവിടെ അപ്ലോഡ് ഫയലിന് കൊടുത്തിട്ടുണ്ട്, മീഡിയ ലൈബ്രറിയും കൊടുത്തിട്ടുണ്ട്. മീഡിയ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള, അതായത് ഈ തീമിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫയലിനെ സെലക്ട് ചെയ്യാനാണ്. സോ അപ്ലോഡ് കൊടുത്തു, ഞാനിവിടെ സെലക്ട് ഫയൽ കൊടുത്തു. പിക്ചറുകളിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഡിമാക് ലോഗോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു. ഡിമാക് ലോഗോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിനൊരു ആൾട്ട് ടെക്സ്റ്റ് കൊടുക്കണം. ടൈറ്റിൽ വന്നിട്ടുണ്ട്, ക്യാപ്ഷൻ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇതൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാം. ജസ്റ്റ് ഫയൽ മാത്രം സെലക്ട് ചെയ്തു. കണ്ടില്ലേ, അപ്പോൾ ലോഗോ ഇവിടെ ഡിമാക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ലോഗോയുടെ വിഡ്ത്ത്, ഹൈറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. കണ്ടല്ലോ, ഇതേമാതിരി നമുക്ക് വലിപ്പം കൂട്ടാം, വലിപ്പം കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് കണ്ടിന്യൂ അടിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കളറിൻ്റെ തീമുകൾ വരുന്നുണ്ട്. അപ്പം ഈ ഹോം, എബൌട്ട് കണ്ടില്ലേ, ഇതൊരു വയലറ്റാണ്. സോ ഇവിടെ ബ്ലാക്ക് ആൻഡ് വയലറ്റ് എന്നുള്ള ഒരു കോമ്പിനേഷനാണുള്ളത്. അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തീമിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നമ്മുടെ ലോഗോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്ലൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഈ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, ഓക്കെ. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ ടെക്സ്റ്റും ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് കണ്ടിന്യൂ അടിച്ചു. അപ്പോൾ ഇവിടെ അടുത്ത ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ എന്ത് ചെയ്യണം, നമ്മളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ നമുക്കിവിടെ കൊടുക്കണം. ഓക്കെ, ടി.എം. കോട്ടക്കൽ, ഐ ആം എ ബിഗിനർ എന്ന് കൊടുക്കുക. അതായത് കൂടുതൽ നമുക്ക് കോംപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൈ സെൽഫ്, മൈ കമ്പനി. ദെൻ എന്ത് ചെയ്യുക, ഐ എഗ്രി ടു റിസീവ്. അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ്. ഇതൊരു ലേശം സമയമെടുക്കും. സമയമെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ എലമെൻറ്റർ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എഡിറ്റർ ആക്ടിവേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മളുടെ തീം ആക്ടിവേറ്റ് ചെയ്തു, പിന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ WP ഫോംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേർഡ് പ്രസ് ഫോം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് പല ഫോമുകൾ, കോണ്ടാക്ട് ഫോമുകളുണ്ട്. അതേമാതിരിയുള്ള പല ഫോമുകളും നമ്മളുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെയാണ് ഈ WP ഫോംസ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടഡ് സ്കൂൾ ടെംപ്ലേറ്റ്, എല്ലാ സാധനങ്ങളും ഓരോ ബ്ലോക്കായിട്ട് നമ്മളുടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈറ്റ് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്, വിഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഏകദേശം 90% എത്തി. ഇനിയിപ്പം ഒരു 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം 1 മിനിറ്റ്. കണ്ടല്ലോ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഫസ്റ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ലോഡാവട്ടെ. നമ്മളുടെ ആദ്യത്തെ വെബ്സൈറ്റ് ഇങ്ങനെയാണ് ഇരുന്നത്.
നമ്മളുടെ രണ്ടാമത്തെ വെബ്സൈറ്റ് ഇപ്പം ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത നമ്മളുടെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു കളർ വന്നിട്ടുണ്ട്. ചാമ്പ്യൻ സ്കൂൾ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പിക്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മളുടെ ഈ പിക്ചർ മാറ്റേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ടൊരു വെബ്സൈറ്റ് ആക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെർച്ച് എൻജിൻ ടെക്നിക്കുകളും കൂടെ പഠിക്കണം. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് മുതൽ അതും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു വെബ് ഡിസൈനർ ആവാനോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സൺ ആവാനോ ഒന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് വെക്കുക. ബൈ.